പ്രിയപ്പെട്ടവരെ, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കവർ ചെയ്യാൻ പോയ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് അവിടെ രസകരമായ ചില കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ബീഹാറിൽ ഇന്നലെ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരുന്നു. ശനിയാഴ്ച ജറിംഗ് മഹട്ടുലി എന്നൊരു ഗ്രാമത്തിലാണ് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് പോയത്. സ്കൂൾ പ്രവൃത്തി ദിനമായിരുന്ന ഇന്നലെ ഞങ്ങളുടെ വാർത്താ സംഘം ആ സ്കൂളിൽ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ ആദ്യം ഞങ്ങൾ കാണിക്കാം. ഒരൊറ്റ കുട്ടിയെപ്പോലും സ്കൂളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു, സ്വാഭാവികമായി ഇന്ന് പ്രവൃത്തി ദിനമാണല്ലോ. ആണ്. ഈ പ്രവൃത്തി ദിനമായിട്ടും കുട്ടികൾ സ്കൂളിലെത്താത്തതിൻ്റെ കാരണം എന്താണ്? അത് മഴയും തണുപ്പുമായാൽ കുട്ടികൾ ആരും സ്കൂളിലെത്താറില്ല എന്നുള്ളതാണ് ബീഹാറിലെ അധ്യാപകരുടെ വിശദീകരണം. ഓരോ വിഷയത്തിനും പ്രത്യേകം അധ്യാപകർ വേണ്ട UP സ്കൂളിൽ എല്ലാം പഠിപ്പിക്കുന്നത് ഒരൊറ്റ അധ്യാപകൻ മാത്രം. ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് എല്ലാം പഠിപ്പിക്കാൻ ഒരൊറ്റ അധ്യാപകൻ. ഉച്ചഭക്ഷണമടക്കം കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം. ആദിൽ പാലോട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഇങ്ങനെയുമുണ്ട് ചില ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിൽ. ജരംഗ് മഹട്ടുലി എന്നു പേരുള്ള ഒരു ബീഹാർ ഗ്രാമത്തിലാണ് റിപ്പോർട്ടർ TV സംഘമുള്ളത്. ഇവിടെയുള്ള ഒരു സർക്കാർ UP സ്കൂളാണിത്. ഇന്ന് പ്രവൃത്തി ദിവസമാണ്. പക്ഷേ സ്കൂളിലേക്ക്, ക്ലാസ്സിനുള്ളിലേക്ക് കടന്നാലാണ് അത്ഭുതം തോന്നുക. ഒരൊറ്റ കുട്ടി പോലും ഇന്ന് ഈ സ്കൂളിൽ പഠിക്കാനായി എത്തിയിട്ടില്ല. ബെഞ്ചുകളും ഡെസ്കുകളും കാലിയായി കിടക്കുന്നു. അധ്യാപകരോട് ചോദിച്ചപ്പോഴാണ് മഴയുടെ സമയമല്ലേ, അതുകൊണ്ടാണ് കുട്ടികൾ എത്താത്തത് എന്ന് അധ്യാപകർ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പോ ജില്ലാ കളക്ടറോ ഇവർക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. स्कूल में कितने एडमिशन है? आज का अटेंडेंस कितना है? आज का अटेंडेंस तो 0 है, क्योंकि मौसम प्रतिकूल चल रहा है. इसके वजह से ऐसे टोटल यहाँ 252 है कुल एडमिटेड, लेकिन आज बच्चे नहीं. बच्चे के लिए छत्ता भी नहीं था क्या? छाता था, लेकिन बच्चे पता नहीं क्यों नहीं है. कुछ मौसम 3-4 दिन से मौसम यहाँ प्रतिकूल है मोथा की वजह से, तो बच्चे उससे प्रभावित होके नहीं आ रहे हैं. यहाँ 8 दिन पहले बाढ़ था, पूरे विद्यालय में भी पानी थी छुट्टी से जस्ट पहले, तो इसलिए बच्चे भी कुछ नगण्य भी उपस्थिति है. आज बिल्कुल नहीं है बच्चे, तो आप देख ही रहे हैं. ഇവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു 2 ദിവസം മുമ്പ് എന്നാണ് പറയുന്നത്. अपर प्राइमरी में एक ही टीचर है जो कितने होना? 4 कम से कम 4 हो और जरूरत है 4 की. ये स्पेशल सब्जेक्ट वाइज हाँ, सब्जेक्ट वाइज मैथ हो, साइंस है, इंग्लिश अभी नहीं है. अभी नहीं है. आप लोग ये LP टीचर संभाले? हाँ, हम लोग ही इसको लेके चलते हैं, पढ़ाते हैं, हम लोग ही देखभाल करते हैं 6 to 8 के बच्चों को भी. ഈ LP സ്കൂളിലെ ടീച്ചർമാരാണ് UP സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് എന്നാണ്. ആകെ 4 ടീച്ചർമാർ UPയിൽ വേണ്ടതാണ്. പക്ഷേ ഒരു ടീച്ചർ മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് LPയിലെ ടീച്ചർമാരാണ് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. സ്കൂളിൽ പക്ഷേ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്ലാസ് മുറിയാണിത്. ബ്ലാക്ക് ബോർഡ് കാണാം, ഡെസ്കും ബെഞ്ചുമുണ്ട്. 4 ഫാനുകളാണ് ഈ ഒരു ക്ലാസ് മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ശൗചാലയമുണ്ട്, उच्चभക്ഷണം നൽകുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിന് അധ്യാപകരില്ല എന്ന് ഇവിടത്തെ അധ്യാപകർ തന്നെ നമ്മളോട് പറയുന്നുമുണ്ട്. वो 5 साल पहले तो लगभग 150-200 बच्चे थे. आधारभूत सुविधा हो जाने के बाद विगत 5 वर्षों में बच्चों का जो एडमिशन है वो बढ़ गया, 2 गुना हो गया है. इस टाइम शिक्षक भी कम था. हाँ, उस समय शिक्षक 5 थे, अभी 9 शिक्षक हम लोग कार्यरत हैं, तो शिक्षकों की कमी नहीं है. ചെറിയ മഴയത്ത് ഒരൊറ്റ കുട്ടി പോലും ഈ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളത് മലയാളികൾക്ക് നമുക്ക് ചിലപ്പോൾ അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ ഇതിനു മുൻപ് ഇതിനേക്കാൾ മോശമായിരുന്നു അവസ്ഥ എന്നാണ് അധ്യാപകർ തന്നെ പറയുന്നത്. ഏതായാലും സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ബീഹാറിൽ എന്നതാണ് നമ്മൾ ഇവിടെ നേരിട്ട് അനുഭവിക്കുന്ന കാഴ്ച. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ബീഹാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിവിടെ മഴയത്തും പ്രളയവും ഒക്കെ ആയിക്കഴിഞ്ഞാലോ, കനത്ത മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുക, കളക്ടർ അവധി പ്രഖ്യാപിച്ചോ? ഇല്ലെങ്കിൽ 100% അറ്റൻഡൻസ് ആണ് സ്കൂളിൽ. പക്ഷേ ബീഹാറിൽ ഒരു മാനത്ത് മഴമേഘം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ തന്നെ പറയും, ഇന്ന് ചുട്ടിയാണ്, ഇന്ന് അവധിയാണ്, ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയും. അങ്ങനെ അധ്യാപകരൊക്കെ അവിടെയുണ്ട്. ഫാനും ബെഞ്ചും ഡെസ്കും ഒക്കെ അവിടെയുണ്ട്. പിള്ളേർ ഒരൊറ്റ ഒരാളും ഇല്ല. 252 പേര് പഠിക്കുന്ന സ്കൂളാണ്. ഇത് അധ്യാപകരറിയാതെ അവിടെ കാര്യങ്ങൾ നടക്കൂ. കാര്യങ്ങളൊക്കെ മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ബീഹാറി ജനതയ്ക്ക്. പക്ഷെ അത്ര വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വയം അവധി പ്രഖ്യാപിക്കുന്നവരുള്ള ഒരു ഇടമാണ് പ്രേക്ഷകർ കണ്ടത്.